ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലൊരു വീട്ടിൽ വന്നതാണ് കേട്ടോ. അവിടെ ഈ ഞാൻ പറഞ്ഞ ആളുണ്ടെന്ന് അറിഞ്ഞിട്ടാണേ വന്നത്. അപ്പോൾ നമുക്കവനെ കണ്ടാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ദേ ഞാൻ പറഞ്ഞ ആൾ ഇതാണേ, കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇവനാട്ടോ ഇപ്പോൾ ഇവിടുത്തെ താരം. ഇവൻ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഇതാട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവനിപ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഇവൻ്റെ അമ്മയെ. ഒരു പോമറേനിയൻ നായയാണ് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ കണ്ടല്ലോ. സാധാരണ ഈ പോമറേനിയനൊക്കെ ഭയങ്കര കുരയായിരിക്കത്തില്ലേ വീട്ടിൽ വരുന്നവരോട്. പക്ഷേ ഇതങ്ങനൊന്നുമില്ല കേട്ടോ, എല്ലാവരോടും നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. അതിൻ്റെ കുഞ്ഞിനെ നോക്കാൻ വന്നതായിട്ട് കൂട്ട് അത് നമ്മളോട് ഒന്നും ചെയ്തില്ല, ഒന്ന് കുരയ്ക്കോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ ഒന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. അവരമ്മയും മോനും കൂടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ പുറകെയാണേ. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് കേട്ടോ. കണ്ടോ, അതെ ഭയങ്കര സ്നേഹപ്രകടനമാണേ. അവൻ്റെ പണി എന്തോന്നറിയോ, ഏത് സമയം അവന് പാല് കുടിച്ചുകൊണ്ടിരിക്കണം, അതാണ് അവൻ്റെ പണി. അവൻ്റെ അമ്മ നല്ല വണ്ണമൊക്കെയുള്ള നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ പറഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ, ഇവൻ പാലൊക്കെ കുടിച്ച് ഇപ്പോൾ അതങ്ങ് ക്ഷീണിച്ചു പോയി. ഇനിയിപ്പോൾ ഇവൻ്റെ പാലുകുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മയൊന്ന് നന്നാക്കി എടുക്കാൻ കേട്ടോ ഈ വീട്ടുകാർ പറയുന്നത്. കണ്ടോ, അതെ അവനവരെ കലാപരിപാടി തുടങ്ങാൻ പോവാം. അവൻ എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, പാല് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ആരെയും നോക്കത്തില്ല കേട്ടോ. പാല് കുടിക്കുന്നതിന് മുമ്പാണ് അവൻ എല്ലാവരുമായിട്ടും കളിക്കും. അവൻ ഈ വീട് മുഴുവൻ ഇങ്ങനെ ഓടി നടന്നോളും. പക്ഷേ അവന് വിശന്നാൽ പിന്നെ അവന് കണ്ണ് കാണാൻ വയ്യെന്നാണ് പറയുന്നത്. കണ്ടോ, അവൻ കലാപരിപാടിയൊക്കെ തുടങ്ങി. അമ്മ കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. കണ്ടോ, അമ്മ കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ. പിടിച്ച ഒരു കുഴപ്പമില്ല, നല്ല സൂക്ഷിച്ച് പിടിച്ച് കിടത്തി. മനുഷ്യർ നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന പോലെ തന്നെ കേട്ടോ പാല് കൊടുക്കുന്നത്. ഇവൻ്റെ കാര്യം നല്ല രസമാണേ. ഇവൻ ഇവിടെ എല്ലാവരുടെയും കയ്യിലാട്ടോ. അവനെ താഴെ നിർത്തത്തില്ല ആരും. എല്ലാവരും നമ്മുടെ കുഞ്ഞി പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുന്ന കണക്ക് എടുത്തുകൊണ്ട് നടക്കുക കേട്ടോ. ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴേ അവൻ വെളിയിലോട്ട് വന്ന് എത്തി നോക്കി ഞങ്ങൾ ആരാ എന്താന്നൊക്കെ. അപ്പോൾ അവനെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഇവിടുത്തെ അമ്മ അവനെ എടുത്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇതേ കണ്ടോ, ഞാനീ പറയുന്നതോ എടുക്കുന്നതോ അവൻ്റെ അടുത്ത് നിൽക്കുന്നതോ ഒന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. പാല് കുടി തന്നെയാണ് കേട്ടോ. പാല് കുടിച്ചു കഴിഞ്ഞാലേ ഇവൻ നമ്മുടെ കൂട്ടത്തിൽ കളിക്കാൻ വരത്തുള്ളൂ. ഇപ്പോൾ ഇവനൊരു 1.5 മാസമായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ചെറിയ രീതിയിൽ എല്ലാ ഭക്ഷണവും കഴിക്കുമെന്ന് പറഞ്ഞു. പാലും ബിസ്ക്കറ്റും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ വെക്കുന്ന ചോറും എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം മുട്ടയും മീനും ഇറച്ചിയൊന്നും കൊടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ അവൻ ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ. ഇവിടുത്തെ അവൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ പുറകെ നടക്കല അവൻ്റെ ജോലി. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഇതുപോലെയുള്ള പെറ്റിനെയൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ പട്ടിയെ വളർത്താൻ സമ്മതിക്കുകയല്ല കേട്ടോ. അത് കാരണം എനിക്കിങ്ങനെ മറ്റുള്ള വീടുകളിലൊക്കെ ഉള്ളതിനെയൊക്കെ ഞാൻ പോയി ഇങ്ങനെ കാണും. എടുക്കുകയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിവനെ കണ്ടപ്പോൾ അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി എനിക്ക് അവനെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നി കേട്ടോ. ഇതിൻ്റെ ഉടമസ്ഥരെ നമുക്ക് തരത്തില്ല, അവരുടെ ഓമനയാണ് കേട്ടോ അവൻ. ദേ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ടോ, നോക്കുന്നത് കണ്ടോ, എന്ത് ക്യൂട്ടാ അല്ലേ. പാലുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ കൂട്ടത്തിൽ കളിയും തുടങ്ങി കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇത് എടുക്കുന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്ത് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ നല്ല 2 ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്തൊക്കെ തന്നു കേട്ടോ. അവൻ്റെ അമ്മ അങ്ങോട്ടോ അവൻ്റെ ഇവിടുത്തെ അമ്മ അകത്തോട്ടോ അങ്ങനെ നടക്കുന്ന കണ്ട ഉടനെ അവൻ ഓടി അകത്തോട്ടങ്ങ് പോകും കണ്ടോ. ദേ ഇപ്പോൾ അവൻ്റെ അമ്മ അതുവഴി അങ്ങനെ നടന്നേ, അതിനാണ് പുള്ളിക്കാരനും പുറകെ പോകുന്നത്. അകത്ത് ചെന്ന് ഏത് സമയം പാത്രം അനങ്ങിയ ഉടനെ മേളിലോട്ട് നോക്കി ഇരിപ്പ് അവൻ്റെ പണി. ഇത് ഞങ്ങളുടെ വീടിന് അടുത്തേന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് സ്വല്പം ദൂരമുണ്ട്, ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ ഈ വീട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ശരി ഇനി ഇവനെ വന്ന് കാണണമെന്ന് വിചാരിച്ചേ. അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പം വന്ന് പാല് കുടിക്കും. ദേ ഇപ്പോൾ അവന് വീണ്ടും വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ ബിസ്ക്കറ്റും കൊണ്ട് വന്നതാണേ. അവൻ്റെ ഈ വീട്ടിലെ അമ്മയാണ് കേട്ടോ. ദേ പുള്ളിക്കാരന് ഒറ്റ ബിസ്ക്കറ്റായിട്ടൊന്നും കൊടുത്താൽ കഴിക്കുകയില്ല. ഇങ്ങനെ മുറിച്ച് ചെറിയ പീസൊക്കെ ആയിട്ട് കൊടുക്കണം കേട്ടോ കഴിക്കണമെങ്കിൽ. അപ്പോൾ പറയുക ഈ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവന് പാല് കുടിക്കണമെന്ന്. ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കത്തില്ലല്ലോ, അതിന് പകരം അവന് പാല് കുടിക്കണം. അപ്പോൾ ഇനിയും പാല് കുടി ഉടനെ തുടങ്ങും എന്നാണ് പറയുന്നത്. ദേ അവനകത്തോട്ട് കയറിപ്പോയിന് അമ്മ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവന് നമ്മൾ നിൽക്കുന്നതൊന്നും പ്രശ്നമല്ല. അവൻ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുവാണേ. ഇവിടെ ഇവനെ കൂടാതെ വേറെ 2 പോമറേനിയൻ നായകളൂടെ ഉണ്ട് കേട്ടോ, 2 വെള്ള കളറിലെ. ഞാൻ അവരെയും കാണിക്കാവേ. ദേ വീണ്ടും വെളിയിലോട്ട് വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ അടുത്തുനിന്ന് പോരാൻ തോന്നിയില്ല കേട്ടോ.
എന്ത് ക്യൂട്ടാണ്. എനിക്ക് അവൻ്റെ കൂടുതൽ അവിടെ ഒത്തിരി സമയം ചിലവഴിക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷേ നമുക്ക് വേറൊരു വീടല്ലേ, ഒത്തിരി സമയം നിൽക്കാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ. സത്യം അവൻ്റെ അമ്മയും അവനും കൂടെയുള്ള കളികളൊക്കെ ഒന്ന് കാണണം. അപ്പം ഞാൻ ഇതിനെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാവുന്നേ. എല്ലാവർക്കും ഈ പട്ടികളെയൊക്കെ ഇഷ്ടമുള്ളവരാണല്ലോ, എല്ലാവരും വളർത്തുന്നതുമാണ്. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ടെണ്ണവേ. ഇവരും അങ്ങനെ വലിയ കുരയോ ബഹളമൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ളവരൊക്കെ വന്നാൽ വലിയതായിട്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കിവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും, കുരച്ചൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ അടുത്തോട്ട് ചെല്ലാൻ വേണ്ടി മുൻകാല് രണ്ടും ഇങ്ങനെ വെച്ച് ഇങ്ങനെ വിളിക്കുന്ന കണക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതേ കണ്ടോ, അടുത്തോട്ട് എല്ലാം പറയുവാണേ. എനിക്കിവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ പട്ടികളെ? ഇഷ്ടമാവും. പട്ടികളെ കൊണ്ടുള്ള ശല്യം ഒത്തിരിയാണ് അത് തെരുവിലുള്ളത്. പക്ഷെ നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്നതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഇതൊന്ന് വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി വന്നതാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. കുറേ സമയമൊക്കെ അവൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഇനി താമസിയാതെ തന്നെ വീണ്ടും കാണാൻ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.